പെൻഷൻ മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇനി തൊട്ട് പെൻഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രേഖകൾ ഹാജരാക്കേണ്ടതാണ്. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഒരുപാട് പേർക്ക് പെൻഷൻ വന്നിട്ടില്ല. എന്നാൽ മസ്റ്ററിങ് കാര്യങ്ങളും ചെയ്തവർക്ക് പോലും ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ പെൻഷൻ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുമാന രേഖ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വരുമാന രേഖ നിങ്ങൾക്ക് 1,00,000 രൂപയ്ക്ക് താഴെയാണെങ്കിൽ മാത്രമായിരിക്കും ഇനി തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് പെൻഷൻ തുക കിട്ടത്തുള്ളൂ. ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കാണിക്കേണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വാർഡ് മെമ്പർ മുഖാന്തരം അല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചായത്ത് മുഖാന്തരമൊക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കായിരിക്കും ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് ആ ഒരു പെൻഷൻ തുക കിട്ടാത്തത്. എന്നാൽ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മാത്രമായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു പെൻഷൻ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഒരുപാട് പേര് മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടും അവർക്ക് പെൻഷൻ തുക കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു വരുമാന രേഖ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. എന്നാൽ ഈ ഒരു മസ്റ്ററിങ്ങും അതുപോലെ തന്നെ വരുമാന രേഖ സബ്മിറ്റ് ചെയ്യേണ്ടവരൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ എമൗണ്ട് കിട്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ പഞ്ചായത്ത് ക്ഷേമ വിഭാഗ ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ പെൻഷൻ കിട്ടുന്നില്ല എന്നാൽ നിങ്ങൾ മസ്റ്ററിങ്ങും അതുപോലെ തന്നെ വരുമാന രേഖ സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്തവരാണെന്ന് അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കുകയും ആ നടപടികൾ എടുത്തിട്ട് നിങ്ങൾക്ക് പെൻഷൻ തുക കറക്റ്റായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് മുടങ്ങാണ്ട് എത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങളുടെ ആ ഒരു പരാതിയും കാര്യങ്ങളും പറഞ്ഞാൽ മാത്രം മതിയാകും. നിങ്ങളുടെ പെൻഷൻ തുക ഒരു രീതിയിലും മുടക്കമില്ലാണ്ട് അത് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മുന്നത്തെ വീഡിയോസിൽ പറയുന്നുണ്ട്, ഇനി എല്ലാവർക്കും പെൻഷൻ കിട്ടുന്നതല്ല. അർഹത നോക്കിയിട്ട് മാത്രം അർഹതക്കാർക്ക് മാത്രമായിരിക്കും ഇനി തൊട്ട് ആ ഒരു പെൻഷൻ എമൗണ്ട് കിട്ടുക. അതായത് ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇപ്പോൾ വീട്ടിലിപ്പോൾ നിങ്ങൾക്ക് AC ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 4 ചക്ര വാഹനങ്ങളുണ്ടെങ്കിലോ ഇരുനില വീട്ടുകാർക്കോ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇനി തൊട്ട് പെൻഷൻ കിട്ടില്ല എന്നൊരു രീതിയിലാണ് റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ വീടുകളിൽ എത്തിയിട്ട് സർവ്വേ നടത്തുന്നതായിരിക്കും. ഈ ഒരു 62 ലക്ഷം ആൾക്കാരുടെ വീട്ടിലോട്ടും ഇതിന് വേണ്ടിയിട്ടുള്ള നടപടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും. അതിൽ നിന്നും അർഹതപ്പെട്ടവർക്ക് മാത്രമായിരിക്കും ഈ ഒരു പെൻഷൻ തുക കൈകളിലോട്ട് കൊടുക്കുക. അല്ലാത്തവർ ഈ ഒരു പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കുന്നതായിരിക്കും. ഇനി തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങളുടെ പെൻഷൻ എമൗണ്ട് കൂട്ടുന്നതാണ്. ഇപ്പോൾ 1,600 രൂപയാണെങ്കിലും നിങ്ങളുടെ ആ ഒരു പെൻഷൻ എമൗണ്ട് 1,800 രൂപയാക്കുകയോ ഇല്ലാന്നുണ്ടെങ്കിൽ 2,000 രൂപയാക്കി മാറ്റുവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഇലക്ഷനും കാര്യങ്ങളും വരുന്നത് കൊണ്ട് തന്നെ അതിന് മുന്നോടിയായിട്ട് ഈ ഒരു സർക്കാർ എന്തായാലും ആ ഒരു പെൻഷൻ എമൗണ്ട് കൂട്ടുന്നതായിരിക്കും. ഈ ഒരു സർക്കാർ ഭരണത്തിൽ വന്ന ടൈമിൽ 2,500 രൂപയാക്കി പെൻഷൻ എമൗണ്ട് കൂട്ടുമെന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നുവെങ്കിലും അത് ഇതുവരെയും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു 2,500 എന്നൊരു എമൗണ്ട് എത്തിയില്ലെങ്കിൽ പോലും 2,000 രൂപയിലോട്ട് പെൻഷൻ എമൗണ്ട് എത്തിക്കും എന്നൊരു രീതിയിലുള്ള റിപ്പോർട്ടും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ ഒരു 1,600 എന്ന് പറയുന്ന പെൻഷൻ നിങ്ങൾക്ക് ഇനി തൊട്ട് എല്ലാ മാസവും 2,000 രൂപയാക്കി അത് വർദ്ധിപ്പിക്കും എന്നൊരു രീതിയിലുള്ള ന്യൂസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം സെപ്റ്റംബർ മാസത്തിൽ ഒത്തിരി പേർക്ക് പെൻഷൻ കിട്ടാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കിപ്പോൾ പറഞ്ഞിട്ടുള്ള സബ്മിറ്റ് ചെയ്യേണ്ട രേഖകൾ നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പെൻഷൻ മുടങ്ങാണ്ട് തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തുന്നതായിരിക്കും. ഇനി ഇതെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടും നിങ്ങൾ പെൻഷൻ മുടങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് ക്ഷേമ വിഭാഗ ഓഫീസിൽ പോയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷൻ തുക മുടങ്ങിയത് വരെ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. താങ്ക്